അപ്പോൾ ഇന്ന് മക്കളുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഓണം സെലിബ്രേഷൻ ആണ്, എക്സാം ഉണ്ട് രാവിലെ. അതൊക്കെയാണ് കേട്ടോ വിശേഷം. രാവിലെ കഴിക്കാൻ മസാല ദോശയായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് അത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ മോളെ ഒരുക്കണമല്ലോ. ഉച്ച കഴിഞ്ഞാണ് സെലിബ്രേഷനൊക്കെ. അപ്പോൾ ആദ്യം വിചാരിച്ചത് ഉച്ചയാകുമ്പോൾ ഞാൻ ചെന്നിട്ട് സ്കേർട്ടും ബ്ലൗസും ഒക്കെ അവിടെ നിന്ന് ഇടിയിക്കാന്നാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു വേണ്ട, ഇടിച്ച് തന്നെ വിടാന്ന്. കാരണം അങ്ങനെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. രാവിലെ തന്നെ റെഡിയാക്കിയാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് താമസിച്ചു ഒരുക്കാൻ വേണ്ടി. സാധാരണ പോലത്തെ ഏതെങ്കിലും ഡ്രസ്സ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ചെന്നിട്ട് ഒരുക്കിയാൽ മതിയല്ലോ എന്നാണ് കരുതിയത് കേട്ടോ. പിന്നെ മാല, വള ഇതെല്ലാം അച്ഛൻ വൈകുന്നേരം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മൂക്കിടാൻ വേണ്ടി. പിന്നെ ഡ്രസ്സ് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. അത് തേച്ചെടുത്തേക്കാണ് രണ്ടുപേർക്കും. മോനും മുണ്ട് മാത്രം പുതിയത് വാങ്ങിച്ചു. നമ്മളെപ്പോഴും തിരിച്ച് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണല്ലേ ബാല്യകാലം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള സമയമൊന്നും ആയിരിക്കില്ല അത്. എന്നാൽ പോലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തെല്ലാമോ മിസ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടാവും, പ്രത്യേകിച്ച് ഇതുപോലത്തെ സെലിബ്രേഷൻ സമയങ്ങളിൽ. നമുക്കൊക്കെ എന്ത് ഓണം, അല്ലെങ്കിൽ പിള്ളേർക്ക് എന്നും ഓണം അല്ലേ എന്നൊക്കെ പറഞ്ഞാലും ആ സമയമാകുമ്പോൾ എല്ലാവരും എങ്ങനെയെങ്കിലും ആഘോഷിക്കാൻ നോക്കും. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമല്ലേ. അപ്പോൾ ഇതാ മോൾക്ക് ബാൻഡ് പൂവിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ രാവിലെ അത് ഇട്ട് കൊടുത്ത് വിട്ടാൽ ഒക്കെ നാശാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉച്ചയാകുമ്പോൾ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചത്. ഇന്നവർക്ക് വൈകിട്ട് വരെ ഉള്ളത് കൊണ്ട് ഉച്ചക്കത്തേക്ക് ചോറൊക്കെ എടുക്കണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും, അതായത് 3 പേർക്കും അച്ഛനും എല്ലാവർക്കും ഉള്ള ചോറും കറിയും എല്ലാം റെഡിയാക്കണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ധൃതിയായിപ്പോയി. അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മോളെ ഒന്ന് സാധാരണ പോലെ, മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണെഴുത്തും പൊട്ടുതൊട്ടും ഒക്കെ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാലയൊന്നും പിന്നെ ഞാൻ ഇടിച്ചു കൊടുത്തില്ല കേട്ടോ. വേഗം വണ്ടി വന്ന് ഓടിച്ചാടി കയറി പോയിട്ടുണ്ടേ. പിന്നെ ഇതാ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പോകാൻ റെഡി ആവുകയാണ് കേട്ടോ. ഞാൻ ചെന്നപ്പോഴേക്കും പ്രോഗ്രാം തുടങ്ങിയായിരുന്നു. മോളുടെ ഒരു പാട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെന്നത്. ഇത്ര വേഗം തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. കാരണം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടാവുമെന്ന് കരുതിയത്. അവിടെ പ്രോഗ്രാമിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓടിപ്പോകാനുള്ളതേ ഉള്ളൂ. ഓടിയല്ല, കുറച്ചങ്ങ് നടന്നു പോകാനുള്ളതേ ഉള്ളൂ. പിന്നെ വഴിയിൽ ഇറങ്ങിയപ്പോൾ ഒരു ഓട്ടോ കിട്ടി കേട്ടോ. അതുകൊണ്ട് വേഗം ചെന്നു. ആ സമയപ്പം പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ. അതിനുവേണ്ടിയാണ് പിന്നെ കമ്മലും മാലയൊക്കെ ഞാൻ വേഗം അവിടെ നിന്ന് ഇടിയിച്ചത്. ചെന്നപ്പോൾ തൊട്ട് അവൾ ചോദിക്കുകയാണ്, കാരണം ഫ്രണ്ട്സ് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഇത് അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ.